ഞാൻ റീസെൻ്റ്ലി കണ്ടതിൽ വെച്ച് ഒരുപാട് ചിരിച്ചു, ഭയങ്കര ഇതിൽ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് ഒരു ഫുൾ വൈബായിട്ട് ഇറങ്ങി വന്ന ഒരു മൂവിയാണ് ഡ്രാഗൺ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലോജിക്കും പരിപാടിയൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ പോയി കാണുവാണെങ്കിൽ ഒരു ഫുൾ എൻ്റർടൈൻമെൻറ്റ് റൈഡ് തന്നെയായിരിക്കും ഈ ഒരു മൂവി. വേറെ ഒന്നുമില്ല, ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി, പക്ഷെ അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റോറി ടെല്ലിങ് ഇമോഷണലി ആയാലും കോമഡി വൈസ് ആയാലും അല്ലെങ്കിൽ ക്യാരക്ടർ വൈസ് ആയാലും എല്ലാം നമുക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഈ ഒരു മൂവി. ശിവകാർത്തികിൻ്റെ ഡോൺ എന്നുള്ള ഒരു മൂവിയായിട്ട് ചില ഏരിയാസിൽ കുറച്ച് മാച്ച് തോന്നി. കാരണം അതുപോലത്തെ ഒരു കോളേജും അവിടെ ഒരു എന്താ പറയുക ഫുൾ തഗ്ഗൊക്കെ അടിച്ച് ഭയങ്കര ഫുൾ ചില്ലി നടക്കുന്ന ഒരു പയ്യൻ, പിന്നീട് അവൻ്റെ ലൈഫിൽ നടക്കുന്ന ഇവൻറ്റ്സ്, അങ്ങനത്തെ ഒരു മോഡാണ്. ഫസ്റ്റ് ഹാഫ് ചില ഏരിയാസിൽ നമുക്ക് അങ്ങനെ തോന്നും, ചില ക്യാരക്ടേഴ്സ് ആയിട്ട്. പക്ഷേ ഓവറോൾ മൂവി വാസ് ലൈക്ക് വേറെ ലെവലായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. കാരണം ഞാൻ എൻജോയ് ചെയ്തോന്ന് ചോദിച്ചാൽ ഞാൻ ആ തിയേറ്ററിൽ നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തു. ഫസ്റ്റ് ഹാഫ് ആ ഡോണിൻ്റെ കുറച്ച് ഏരിയാസിൽ അതുപോലെ തോന്നിയെങ്കിലും പക്ഷേ മൂവി ഒരു ട്രാക്കിൽ എത്തി കഴിഞ്ഞപ്പോൾ പിന്നീട് ആ ഒരു എൻഡ് വരെ അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി മൂവിയുടെ ക്ലൈമാക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ടാണ് അവർ സിനിമ എൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇമോഷണൽ വൈസ് നല്ല രീതിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഇപ്പം കോളേജിൽ പഠിക്കുന്നവരായാലും അല്ലെങ്കിൽ ഇനി കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്നവരായാലും എല്ലാവരും പോയി കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. കാരണം കോളേജിൽ പഠിക്കുമ്പോൾ മറ്റേ മൈൻഡ് സെറ്റ് ഇങ്ങനെ ആയിരിക്കും, ഓക്കെ ഫുൾ ചില്ല് ചെയ്ത് അടിച്ചു പൊളിച്ച് സപ്ലി ഒക്കെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല, സപ്ലി ഒക്കെ ഉള്ളത് എന്തോ വലിയ കാര്യമാണെന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനും വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കോളേജൊക്കെ ഫുൾ ചില്ല് ചെയ്യുക, പിന്നീട് വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനുശേഷം എന്ത് ഇവൻറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതൊക്കെ. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്. പ്രദീപ് നങ്കനാഥൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. പുള്ളിക്കാരൻ കോളേജിൽ കുറച്ചധികം സപ്ലൈസ് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഒരു പോയിന്റിൽ പുള്ളിക്കാരൻ സപ്ലൈ ഒന്നും അല്ല, കോളേജ് ലൈഫ് ചില്ല് ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ലൈഫിൽ പിന്നീട് നടക്കുന്ന കുറേ ഇവൻറ്റ്സ് അത് അയാളുടെ ലൈഫിൽ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നതാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ആൻഡ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓരോ ക്യാരക്ടേഴ്സിന് പ്രസൻറ്റേഷൻ ആയിരുന്നു. അതിപ്പം പ്രദീപ് രംഗനാഥനായാലും ശരി, അപർണ ആയാലും ശരി, മിഷ്കിൻ ആയാലും ഗൗതം വാസുദേവനായാലും എല്ലാവരും അടിപൊളിയായിരുന്നു. അവരുടെ പെർഫോമൻസ് വൈസ് ആയാലും അവരുടെ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ആയാലും അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ ഒരു എക്സിക്യൂഷൻ ആയാലും എല്ലാം നൈസ് ആയിരുന്നു. എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ പ്രദീപ് രംഗനാഥൻ അടിപൊളിയായിട്ട് ആ ഒരു ക്യാരക്ടറിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ലവ് ടുഡേയുടെ ഡയറക്ടറാണ് ആൻഡ് കോമാളിയുടെ ഡയറക്ടറാണ്. സോ പുള്ളിക്കാരൻ ആ ഒരു വൈബിൽ നൈസായിട്ട് തന്നെ ഈ ക്യാരക്ടർ അയാൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അനുപമ പുള്ളിക്കാരി നൈസ് പെർഫോമൻസ് ആയിരുന്നു. പുള്ളിക്കാരുടെ പ്രസന്റേഷൻ ആയാലും ഇമോഷൻസ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. ആൻഡ് മിസ്കിൻ അടിപൊളി ഒരു ക്യാരക്ടറാണ് ഈ ഒരു എൻറ്റയർ മൂവിയിൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഗൗതം വാസുദേവൻ മേനോനായാലും നല്ലൊരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ സിനിമയിലുണ്ട്. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ കണക്റ്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയ ഒരു സീനുണ്ട്. അതായത് നമ്മളെ കൈദിയിലൊക്കെ ഉള്ള അവൻ്റെ കോൺസ്റ്റബിൾ ആയിട്ട് ലിയോയിലൊക്കെ വരുന്ന പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരൻ ഈ സിനിമയിൽ പ്രദീപ് രംഗനാഥൻ്റെ ഫാദറാണ്. ഒരു പോയിന്റ് കഴിയുമ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ആക്ട് ഉണ്ട് കേട്ടോ, എൻ്റെ മോനെ ഇമോഷണലി എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കണ്ണിന്നൊക്കെ കണ്ണീര് വന്നു. ആ ഒരു സീനായിരുന്നു പുള്ളിക്കാരൻ്റെ ഒരു ഡയലോഗ്. അതായത് പ്രദീപ് രംഗനാഥൻ്റെ പുള്ളിക്കാരൻ ഒരു കാര്യം പറയുന്നതാണ്, അത് എല്ലാ ബോയ്സും ഒരിക്കലെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അത് എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയി, അല്ലെങ്കിൽ ആ ഒരു സീൻ എനിക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റി. നല്ലൊരു ഡെപ്ത് ഉള്ള ഒരു സീക്വൻസ് ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സിലോട്ട് വരുമ്പോഴും ഈ ഒരു മൂവിയുടെ പോക്ക് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ചില്ല് ആൻഡ് വൈബാക്കെ ആയിരിക്കും. പക്ഷേ മൂവിയുടെ ക്ലൈമാക്സ് പോർഷൻ വാസ് ലൈക്ക് അമേസിങ്. കാരണം നമ്മൾ അതുവരെ എന്താണോ കണ്ടത് അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ട്രാക്കിലാണ് ആ ഒരു മൂവി എൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു സ്റ്റോറിയിൽ പ്രദീപ് രംഗനാഥന്റെ ക്യാരക്ടർ ഒരു ഇവന്റിന് ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് എടുക്കും തന്റെ ലൈഫിൽ. സോ ആ ഷോർട്ട് കട്ട് കാരണം തന്റെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി പോകും, അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലം താൻ ഫേസ് ചെയ്യും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ വളരെ നൈസ് ആയിട്ടാണ് ഈ ഒരു മൂവിയിൽ എൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആ ഒരു എൻഡിങ്ങിന് ഒരുപാട് ഡെപ്ത് ഉണ്ട്. അത് ഭയങ്കര നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു എൻഡിങ് ഭയങ്കര പ്രോപ്പർ ആയിരുന്നു. ആൻഡ് സിനിമ ശിവകാർത്തികിന്റെ ഡോൺ പോലെയാണെന്ന് പറഞ്ഞാൽ ആരും കാണാതിരിക്കരുത്. എനിക്ക് ഡോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ഡ്രാഗൺ. എനിക്ക് ഡോണിനേക്കാളും ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു മൂവിയിൽ പ്രോപ്പറായിട്ടുള്ള സ്റ്റോറി ഉണ്ട്, നല്ലൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്, നല്ല അടിപൊളി ക്ലൈമാക്സ് ആണ്. ഈ ഒരു മൂവി നല്ല രീതിക്കാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ക്യാരക്ടേഴ്സും ഓരോ പ്ലേസ്മെന്റും എല്ലാം അടിപൊളിയായിരുന്നു. ഡയറക്ഷനൊക്കെ മൂപ്പര് അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഓമോയ് കടകളിൽ കുറേ റെഫറൻസ് വരുന്നുണ്ട്. ആൻഡ് ലവ് ടുഡേയുടെ കുറച്ച് റെഫറൻസ് അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നൈസ് ആയിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സിൽ ഒരു സീക്വൻസ് ഉണ്ട് കേട്ടോ, അത് അടിപൊളി. ആൻഡ് ക്യാരക്ടേഴ്സിന്റെ കാര്യം വരുമ്പോൾ വിജയ് സിദ്ധു വ്ളോഗ്സ് കണ്ടിട്ടുള്ളവർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, വിജയ് സിദ്ധും ഹർഷദൊക്കെ അവർ ഈ സിനിമയിലുണ്ട്. അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ ആ യൂട്യൂബ് വ്ളോഗ് കാണുമ്പോൾ അവരുടെ ഒരു വൈബ് എങ്ങനെയാണ് അതുപോലെ തന്നെ ഈ സിനിമയിലും അത് നല്ല രീതിക്ക് ബ്ലെൻഡായി പോയിട്ടുണ്ട്. 2-2.5 മണിക്കൂർ ലോജൊക്കെ മാറ്റി വെച്ച് പോയി കണ്ട് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് ഫുൾ വൈബായിട്ട് ഇറങ്ങി വരാൻ പറ്റിയ ഒരു അടിപൊളി മൂവിയാണ്. എല്ലാ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലോജിക്കലി ചിന്തിക്കാനൊന്നും പോകരുത്, ഇങ്ങനെയൊക്കെ നടക്കുമോ, നമുക്ക് ഇത്രയും വലിയ തെറ്റൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷോർട്ട് കട്ടൊക്കെ എടുത്ത സെക്കൻഡ് ചാൻസ് ഒക്കെ കിട്ടുമോ, അതൊന്നും ആലോചിക്കാൻ പോകേണ്ട ഒരു കാര്യമില്ല. ലോജിക്കലി പല സ്ഥലത്തും എന്തെങ്കിലും തോന്നിയാൽ പോലും മാറ്റി വെച്ചിട്ട് ഫുൾ പടം ആ ഒരു വൈബിൽ തന്നെ എൻജോയ് ചെയ്യുക. ഞാൻ ലിറ്ററലി നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. എനിക്ക് നല്ല രീതിക്ക് കണക്റ്റായി. ക്യാരക്ടേഴ്സ് ആയാലും സിറ്റുവേഷൻസ് ആയാലും ആ ഒരു മൂവി ആയാലും എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോയി കണ്ടു നോക്കുക. ലോജിക്കും പരിപാടിയൊക്കെ മാറ്റി വെച്ച് കാണുവാണെങ്കിൽ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു മൂവി. സോ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.